ഇസ്രായേലിൽ ഹൂതി ആക്രമണം. തെക്കൻ നഗരമായ ഏലത്തിലാണ് ഹൂതി ആക്രമണമുണ്ടായതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. പൊതുജനങ്ങൾ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ അറിയിപ്പുകൾ പാലിക്കണമെന്ന് സൈന്യം പ്രസ്താവനയിറക്കി. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഹൂതി ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ലക്ഷ്യം വെച്ചതെന്നും ഹൂതി വക്താവ് യഹ്യ സാരി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് പറഞ്ഞു. അൽ റാഷ്, ബിൽ അൽ സാബ എന്നീ സ്ഥലങ്ങളിലെ നിരവധി ഇസ്രായേൽ ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായല്ല എലൈറ്റിൽ ആക്രമണമുണ്ടായതെന്നും കഴിഞ്ഞ ആഴ്ചയും ഈ പ്രദേശത്ത് ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും ഹൂതി ഭരണകൂടത്തിന് വേദനാജനകമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. വ്യോമാക്രമണ ഭീഷണിയോട് പ്രതികരിക്കാനുള്ള വഴികൾ ആലോചിക്കാൻ സൈന്യത്തോട് നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ, ലബനൻ, ഗാസ എന്നിവിടങ്ങളിൽ നിന്നും ഹൂതി തീവ്രവാദികൾ പാഠം ഉൾക്കൊണ്ടില്ലേ എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് 7 ഇരട്ടി ദ്രോഹം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതു മുതൽ തന്നെ ഹൂതികൾ ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ചെങ്കടലിൽ ലക്ഷ്യം വയ്ക്കുന്നതും ഹൂതികൾ തുടർന്നിരുന്നു. ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പറയുന്നത്. ഇതിനിടയിലും ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 85 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഓഗസ്റ്റ് അവസാനം യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതി വിമതർക്ക് വലിയ നാശം സംഭവിച്ചിരുന്നു. യമൻ തലസ്ഥാനമായ സനയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടിരുന്നു.